പക്ഷെ എന്റെ അടുത്ത് അലമ്പുണ്ടാക്കാൻ വന്നേക്കരുത്. വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞങ്ങള് മേടിച്ചോളാം. പക്ഷെ എന്താ കയ്യിലുള്ളത്? ഗിഫ്റ്റ് ആണെങ്കിൽ എന്റെ ബർത്ത്ഡേ അടുത്ത മാസാ. അത് മേടിക്കുന്ന കാര്യമല്ല, അതായത് അയ്യോ എന്റെ അമ്മോ, അയ്യോ. ഓഹോ, ജോലി ചെയ്ത് ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു. ഇതേ സവാള അരിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു. ഇനിയിപ്പോ എന്ത് കൈയടിക്കാനാ? ഓ ഓ ഓ അയ്യോ. അയ്യോ, കത്തിപ്പോയേ. എന്താണ് കത്തിപ്പോയത്? കാലാണോ കൈയാണോ? വിട്, എന്റെ ചീനച്ചട്ടിയെല്ലാം കത്തിക്കരിഞ്ഞു. അയ്യോ അയ്യോ, എന്റെ കൈ പൊള്ളിയേ. അയ്യോ. ഇനി എങ്ങനെ പൊള്ളിപ്പിടിക്കാനാ? ആ ഗ്യാസിൽ നിന്ന് കന്നസാറ പാത്രം എടുത്ത് മാറ്റിയില്ലേ? ടെറസിന്റെ മുകളിൽ പടർത്തി ഞാനൊരു മുല്ലവള്ളി. കത്തി എന്നല്ല, ചീനച്ചട്ടി കൊണ്ട് എന്റെ കൈ പൊള്ളി. അടിമക്കളെ കൈ. ആ അടിക്കി അടിക്കി. കന്നാസാറിന്റെ കൈ പൊള്ളിയിരിക്കുക. അതുകൊണ്ട് കന്നാസാറിന്റെ കൈ അടിക്കാൻ പറ്റില്ല. അല്ല കന്നാസാറേ, സാറിന് എത്ര ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്? എന്താ കാര്യം? ഞാൻ ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. തിരക്കുണ്ടായിരുന്നെങ്കിൽ വേഗം കുളിച്ച് റെഡിയാവായിരുന്നില്ല കന്നാസാറിനെ? ഇപ്പൊ കൈയും പൊള്ളി, പിന്നെ എങ്ങനെ കുളിക്കും? എന്റെ പിള്ളേരെ, ഓഫീസിൽ പോകാനുള്ള തിരക്കിൽ ആട്ടിയുടെ പാത്രം തലയിലോട്ട് അങ്ങോട്ട് വീടു. അതിന് ആട്ടയുടെ പാത്രം എന്തിനാ ഓഫീസിൽ പോകുന്നത്? എടാ കഴുതേ, ഖന്നാ സാറിനാണ് ഓഫീസിൽ പോവേണ്ടത്. ആ, ഞാൻ ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയിൽ എന്റെ ഭക്ഷണം കരിഞ്ഞിരുന്നു. അടികൈ. എന്റെ കന്നാസാറേ, കന്നാസാറിന് ഈ വീട്ടിലൊരു ഹൗസ് കീപ്പറിനെ വെച്ചുകൂടെ? അത് കൊള്ളാം. ആ പറഞ്ഞ ഐഡിയ അത്ര മോശമല്ല. ഡോക്ടർ ബാലുവിന്റെ വീട്ടിൽ നല്ല ഒരു ഹൗസ് കീപ്പർ ഉണ്ട്. സംശയമുണ്ടോ? ഡോക്ടർ ബാലുവിന്റെ വീട്ടിലെ ഹൗസ് കീപ്പർ കന്നാസാറിന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയ അപ്പൊ പിന്നെ ഡോക്ടർ ബാലു എന്ത് ചെയ്യും? ഹണി, നീ ഒന്ന് മിണ്ടാതിരിക്കോ? പോപ്പട്ട് പറഞ്ഞതിന്റെ അർത്ഥം ബാലു സാറിന് നല്ല ഹൗസ് കീപ്പേഴ്സിനെ അറിയാവുന്നതാണ്. ആ പറഞ്ഞതിന് കാര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം. അയ്യോ അമ്മേ, അയ്യോ. ഈ ദിവസം കന്നാസാറിന് അത്ര നല്ലല്ലെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഡോക്ടർ ബാലു സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വരൂ. സോറി, നീ കുഴി കുഴിക്കൂ. പോപ്പട്ട് ചെടി നടത്തെ. അണി നീ വെള്ളം ഒഴിക്ക്. പിന്നെ പണി നീ സംസാരിച്ചോളൂ. അത് പിന്നെ എനിക്കല്ല, ഖന്നാ സാറിനാ സംസാരിക്കേണ്ടേ. അതേതായാലും കൊള്ളാലോ. സംസാരിക്കേണ്ടത് ഇയാൾക്കാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് സംസാരിക്കുന്നത്? നീയും പോയി ചെടി നട്ടോളൂ. പിന്നെ എന്നാ സാറിന്റെ ആ വായ തുറന്ന് ശബ്ദാവിഷ്കാരം നടത്തിക്കോളൂ. അത് പിന്നെ ഡോക്ടറുടെ ഹൗസ് കീപ്പർ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഞാൻ കേട്ടു. അത് വേണ്ട. ഇവിടെ ഒരു കണ്ണു വെക്കണ്ട. അല്ലെങ്കിൽ ഞാൻ തന്റെ കണ്ണിലേക്ക് എന്റെ കണ്ണുകൊണ്ട് നോക്കി കോങ്കണ്ണാക്കി മാറ്റും. അതായത് ഞാൻ പറഞ്ഞു വന്നത് എനിക്കും അതുപോലത്തെ ഒരു ഹൗസ് കീപ്പർ വേണമെന്നായിരുന്നു. അതാ. എന്റെ ഹൗസ് കീപ്പറിനെ താങ്കൾ ജോലിക്ക് വെച്ചാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? താങ്കൾ ഒരു മണ്ടനാണ്. എന്താ പറഞ്ഞത്? ഇതേ സെയിം കാര്യം ഞാൻ പറഞ്ഞപ്പോ പണിയനോട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ മണ്ടനാണെന്ന്. ഡോക്ടർ ബാലു, ഖന്നാ സാറിന് പുതിയൊരു ഹൗസ് കീപ്പറെ വേണം. അതിനു വേണ്ടിയാ വന്നത്. ഇവിടെ വരൂ. ദേ പറഞ്ഞ കാര്യം എന്റെ ചെവിയിലൂടെ കടന്ന് തലച്ചോറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ ഹൗസ് കീപ്പറിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഇപ്രാവശ്യവും അത് നടത്തുന്നുണ്ട്. ഇവിടെ വരൂ. പല്ലി, ചെമ്പല്ലി, കൊമ്പല്ലി, മഞ്ഞപ്പല്ലി, നീ ഹൗസ് കീപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ, ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. ഓക്കെ. പക്ഷെ എന്റെ അടുത്ത് അലമ്പുണ്ടാക്കാൻ വന്നേക്കരുത്. വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞങ്ങള് മേടിച്ചോളാം. പക്ഷെ എന്താ കയ്യിലുള്ളത്? ഗിഫ്റ്റ് ആണെങ്കിൽ എന്റെ ബർത്ത്ഡേ അടുത്ത മാസാ. അത് മേടിക്കുന്ന കാര്യമല്ല, അതായത്
അയ്യോ എന്റെ അമ്മോ അയ്യോ ആ ആ ആ, നീ എന്തിനാണ് കന്നാ സാറിനെ തല്ലിയത് ആ? അത് ശരി, ജോലി ഇവിടെയല്ലേ ചെയ്യുന്നേ. മുതലാളി ഇത് കാശും ഇങ്ങനെ തരും. അപ്പൊ എന്ത് മേടിക്കുമെന്ന് ഇങ്ങനെയല്ലേ കാണിക്കണ്ടേ? ഞാൻ എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത്? ഇന്റർവ്യൂവിന് വേണ്ടി ആളോട് വരാൻ പറഞ്ഞു. ഇവള് കാരണം എന്റെ കരണം പുകഞ്ഞു. അടി കൈ. പിന്നൊരു നിബന്ധന കൂടി, നീ കവിത ചൊല്ലുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ വരൂ. നീ നിബന്ധനയോട് നിബന്ധനയാണല്ലോ വെക്കുന്നത്. അക്കാരണം കൊണ്ട് തന്നെ ഒരു നിബന്ധനയുടെ പേരിലും നിനക്ക് ഈ ജോലി തരാൻ പറ്റില്ല. അങ്ങോട്ട് പോ. അടുത്ത ആള് ഇങ്ങോട്ട് വരൂ. ഏ? ഹായ്, മൈസെൽഫ് ടീന. ഹു ഈസ് മിസ്റ്റർ കന്ന? ഖന്ന എന്ന് പേരിട്ടത് എന്റെ മുത്തശ്ശനാണ്. ഞാൻ ഈ വീടിന്റെ മുതലാളിയാണ്. അടി കൈ. ഓ, നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടിട്ട് നല്ല സുന്ദരി, അതായത് നല്ല പഠിപ്പും വിവരമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് വെറുതെ ആയാവുന്നത്? ആയല്ല, ഹൗസ് കീപ്പർ. ദാ നോക്ക്, ഹൗസ് കീപ്പർ ആവുന്നത് ഒരു ടാലന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകണം. മാനേജ് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ ഞാനും സാറും കൂടി ചേർന്ന് കുക്ക് ചെയ്യും. See, food is ready. തോട്ടത്തിലെ റോസാ ചെടി മുഴുവൻ പുഴു തിന്നല്ലോ. ഈ ജോലി മുഴുവൻ എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചല്ലോ. അടിമക്കളെ കൈ. ഇവർ ജോലി കൂട്ടുകയേ ഉള്ളൂ. അടുത്ത ആളെ വിളിക്ക്. ഇവിടെ വരൂ. ഇനി നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്റെ ചെവിയിലൂടെ തലച്ചോറിലെത്തിക്കൂ. ഇപ്പോ ഇത് പറയൂ. നീ ഒരു മെയിലല്ലേ? നീ എപ്പോ എങ്ങനെ ഒരു ഹൗസ് കീപ്പർ ആവും? പറയൂ. മെയിലിന് വേണമെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പർ ആവാം, വിക്കറ്റ് കീപ്പർ വരെ ആകാം. പിന്നെ എന്തുകൊണ്ട് അവനൊരു ഹൗസ് കീപ്പർ ആയിക്കൂടാ? എന്ത് നല്ല ഡയലോഗാ നീ പറഞ്ഞത്. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നു. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കും. ഇവൻ ഈ വീട്ടിൽ നിറയെ വല കെട്ടി വെക്കും. അടി കൈ. ഈ കൈയടിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ജോലി കിട്ടിയോ അതോ ഇല്ലയോ? കയ്യിലടിക്കണമെന്നില്ല, ഇവന്റെ കാരണത്തിട്ട് അടിച്ചാ മതി. ഇതൊരു നടക്ക് പോവെന്ന് തോന്നുന്നില്ല. നിനക്കേതായാലും ഈ ജോലി കിട്ടില്ല. സംശയമുണ്ടോ? അയ്യോ, ആഹാ, അത് ശരി. വെറുതെ ഇല്ല നാട്ടിലെ തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുന്നത്. അടുത്ത ആള് ഇങ്ങോട്ട് വരൂ. ഉം. താങ്ക് യു ഡോക്ടർ ബാലു. കൈ പൊള്ളിയിരിക്കുന്ന ഞാൻ ഇന്നെങ്ങനെ കുളിക്കാൻ പോവും? ഹിപ്പോ പട്ടാമസായ താൻ എങ്ങനെ ഹൗസ് കീപ്പർ ആവും? അടി കൈ. ഞാൻ വലിയൊരു കഠിനാധ്വാനിയാണ്. എനിക്ക് ശമ്പളവും വേണ്ട, ഭക്ഷണം മാത്രം തന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മതി. ഇതിനു മുമ്പ് വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഏയ്, ഇല്ല. പക്ഷെ ജോലി ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച്. സോറി. എന്റെ അമ്മോ. ഇവിടെ വരൂ. വലിയൊരു ശരീരവും ചെറിയൊരു തലച്ചോറും. ഈ വീട്ടിൽ നിങ്ങൾ എങ്ങനെ കഴിയും? നിന്റെ ഈ ബുൾഡോസർ പോലിരിക്കുന്ന ശരീരം കൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ എങ്ങനെ സംരക്ഷിക്കും? മാത്രമല്ല ഇപ്പൊ വലിയ മടിയന്മാരുമാണ്. അതെ, ഞാനും ക്ഷീണിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച്. ഇയാൾക്ക് സാലറി കൊടുക്കുന്ന പൈസേനേക്കാൾ കൂടുതൽ ഞാൻ അയാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരും. അതേതായാലും വേണ്ട. എനിക്കൊരു മീഡിയം ടൈപ്പിലുള്ള ഹൗസ് കീപ്പർ മതിയേ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ.
ഓ ഓ ഓ ബ്രേക്കില്ലാത്ത വണ്ടി, വെള്ളമില്ലാത്ത കിണ്ടി, കണ്ടാലൊരു പാണ്ടി, നീ കാരണം ഞാനിപ്പോ ഞൊണ്ടി. നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ വീട്ടുപണി ചെയ്ത് കാണിക്കുകയായിരുന്നു. ഇതിനെ വീട്ടുപണിയെന്ന് പറയില്ല, മറ്റുള്ളവർക്ക് പണി കൊടുക്കുകയാണെന്ന് പറയും. എന്റെ പിള്ളേരെ, എനിക്കിനി ഓരോ ഹൗസ് കീപ്പറെ വേണ്ട. ഇതിന്റെ പുറകെ നടന്ന് എനിക്കാകെ വട്ടായി. അപ്പൊ ഇനി ഖന്ന സാർ എന്ത് ചെയ്യും? പുറത്ത് മഴക്കാറ് വെച്ചിട്ടുണ്ട്, മഴ പെയ്യും. എന്റെ വീട്ടിലെ ജോലി ഞാൻ ചെയ്യും. അടികൈ.